ഒരു ധനകാര്യ സ്ഥാപനത്തിൽ മനു 15,000 രൂപ നിക്ഷേപിക്കുന്നു. ഓരോ 3 മാസത്തിലും പലിശ കണക്കാക്കി മുതലിനോട് കൂട്ടുന്നു. വാർഷിക പലിശ നിരക്ക് 8%. ഒരു വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ തിരിച്ചു കിട്ടും എന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് 15,000 രൂപയാണ് മുതൽ. അപ്പോൾ എമൗണ്ട് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു എത്രയാണ് 1+r/100 എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. പി എന്ന് പറയുന്നത് 15,000 രൂപയാണ് മുതൽ. 15,000 ഇൻറ്റു 1+r/100. ആർ എന്ന് പറയുമ്പോൾ റേറ്റ് 8%. 8% എന്ന് പറയുന്നത് ഇവിടെ 3 മാസത്തിലാണ് കണക്കാക്കുന്നത്. 3 മാസം എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? പാദവാർഷികമായിരിക്കും. 6 മാസം എന്ന് പറയുമ്പോൾ അർദ്ധവാർഷികം, 3 മാസം എന്ന് പറയുമ്പോൾ പാദവാർഷികം. അപ്പോൾ 8ൻ്റെ 1/4 ഭാഗം, 3 മാസത്തിന് 8ൻ്റെ 1/4 നമ്മൾ റേറ്റ് എടുക്കേണ്ടത്. അതായത് പകുതിയുടെ പകുതി, 8ൻ്റെ പകുതി 4, 4ൻ്റെ പകുതി 2. അപ്പോൾ 2% ആണ് റേറ്റ്. 100n. നമ്മൾ ടേം നോക്കാം. ഒരു വർഷം കഴിയുമ്പോഴാണ്. ഒരു വർഷം കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ എത്ര ഒരു 4 ടേം വരും. അപ്പോൾ 15,000 ഇൻറ്റു 1+100 LCM എടുക്കും. 100 + 2/100 നമ്മൾ ചെയ്യുന്നതാണ്. 15,000 ഇൻറ്റു 102, 100 + 2 102 കിട്ടും. 100 സമം 15,000 ഇൻറ്റു ഈ കാൽക്കുലേഷൻ നമുക്ക് 1.02 എഴുതാം. 2 100 കൊണ്ടടിക്കുമ്പോൾ പോയിൻ്റ് ഇവിടെ വരും. 1.02 എഴുതാം. സമം 15,000 ഇൻറ്റു നമുക്ക് ഈ കാൽക്കുലേഷൻ നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാം. 15,000 ഇൻറ്റു നമ്മളുടെ മൊത്തം എമൗണ്ട് 16,236 എന്ന് പറയുന്ന എമൗണ്ടാണ് ഇവിടെ കിട്ടുക. ലോൺ 2,500 രൂപ ജനുവരി 1-ാം തീയതി ഒരു സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുന്നു. ബാങ്ക് അർദ്ധവാർഷികമായാണ് കൂട്ടുപലിശ കണക്കാക്കുന്നത്. വാർഷിക നിരക്ക് 6%. ജൂലൈ 1-ാം തീയതി 2,500 രൂപ ജോൺ വീണ്ടും നിക്ഷേപിക്കുന്നു. വർഷാവസാനം ജോണിൻ്റെ കണക്കിൽ എത്ര രൂപ ഉണ്ടായിരിക്കും എന്നാണ് ചോദ്യം. ഇവിടെ ജോൺ 2,500 രൂപ ജനുവരി 1-ന് നിക്ഷേപിച്ചതിന് ശേഷം പിന്നീട് നിക്ഷേപിക്കുന്നത് ജൂലൈ 1-നാണ്. അതായത് 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും നിക്ഷേപിക്കുകയാണ്. ഇവിടെ ജനുവരിയിൽ നിന്ന് 6 മാസം കഴിയും. നമുക്ക് പറയാം എമൗണ്ട് നമ്മൾ ഇക്വേഷൻ ഉണ്ട്. എമൗണ്ട് ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ ഇവിടെ എത്രയാണ്? 2,500 ആണ് മുതൽ. റേറ്റ് നമുക്കറിയാം 6% റേറ്റ്. 6% റേറ്റ് ആകുമ്പോൾ നമ്മൾ പകുതി എടുക്കണം. കാരണം അർദ്ധവാർഷികമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ 2,500ൻ്റെ 3% ആദ്യ അർദ്ധവർഷം. ഈ 25ആണ് 1%. 1% 25 ആകുമ്പോൾ 3% നമുക്ക് കണ്ടുപിടിക്കാം. 75 1% 25, 3% 75. അപ്പോൾ 2,500 + 75 കൂട്ടുമ്പോൾ 2,575. 2,575 നമുക്ക് അടുത്ത മുതലിലേക്ക് വരുന്നത്. അതിൽ കൂടെ 2,500 വീണ്ടും നിക്ഷേപിക്കുന്നു. അപ്പോൾ 2,500 വീണ്ടും നിക്ഷേപിക്കുമ്പോൾ മൊത്തം 5,075 രൂപ. 2,575, 2,500, 5,075 രൂപ വരും. 5,075 രൂപയാണ് അടുത്ത അർദ്ധവർഷത്തിലേക്കുള്ള മുതലായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത അർദ്ധവർഷത്തിൽ മുതൽ 5,075 പലിശ 3% നമുക്കറിയാം. അപ്പോൾ 5,075ൻ്റെ 3%. 5,075ൻ്റെ 1% 50.75. അപ്പോൾ 3% കാണാൻ ഗുണിച്ചാൽ മതി. 50.75ന് 3 കൊണ്ട് ഗുണിക്കുക. നമുക്ക് ഉത്തരം 182.25 കിട്ടും. അപ്പോൾ നമുക്ക് എത്രയായി? 5,075 രൂപ കയ്യിലുണ്ട്. 5,075 കയ്യിലുണ്ട്. പ്ലസ് ഈ 152 രൂപയാണ് ഇപ്പോൾ ഇൻട്രസ്റ്റ് പലിശ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 182 രൂപയും കൂടി കൂട്ടുമ്പോൾ മൊത്തം നമുക്ക് ഈ എമൗണ്ട് 5,227.25 രൂപയാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഓരോ 4 മാസത്തേക്കും കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനത്തിൽ റംലത്ത് 30,000 രൂപ നിക്ഷേപിക്കുന്നു. വാർഷിക നിരക്ക് 9%. ഒരു വർഷം കഴിയുമ്പോൾ റംലത്തിന് തിരിച്ചു കിട്ടുന്ന തുക എത്ര? ചോദ്യം. ഇവിടെ എമൗണ്ടിന് നമുക്ക് പി ഇൻറ്റു എന്തുപയോഗിക്കാം? 1+r/100 ഉപയോഗിക്കാം. പി എന്ന് പറയുന്നത് 30,000 രൂപയാണ്. അപ്പോൾ നമുക്ക് 30,000 രൂപ എടുക്കാം. 30,000 രൂപയിൽ നിന്ന് റേറ്റ് എന്ന് പറയുന്നത് നോക്കണം. ഇവിടെ 4 മാസത്തേക്കാണ് 9%. 4 മാസത്തേക്കാണ് 9%. അതായത് 3-4 മാസമാണ് ഒരു വർഷത്തിലുണ്ടാവുക.
9നെ നമ്മൾ 3 കൊണ്ടാണ് ഹരിക്കേണ്ടത്. അത്ര റേറ്റ് എടുക്കാൻ പാടുള്ളൂ. 9നെ 3 കൊണ്ട് ഹരിച്ച റേറ്റ് എടുക്കണം. 3 4 മാസമാണല്ലോ ഉള്ളത്. അപ്പോൾ 9നെ 3 കൊണ്ട് ഹരിച്ച റേറ്റ് എടുക്കണം. 9നെ 3 കൊണ്ട് ഹരിച്ചാൽ 3 കിട്ടും. 3/100 ദ ഹോൾ റേസ് ടു n. എത്ര ടേമാണെന്നുള്ളതാണ്. ഒരു വർഷത്തിൽ കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ 4 ടേം അല്ല, 3 ടേമാണ്. 3 4 12. 4 മാസത്തിൻ്റെ 3 ടേമാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് എഴുതണം? 3 എഴുതണം. അപ്പോൾ 30,000 ഇൻറ്റു LCM എടുക്കുമ്പോൾ 100 100 + 3 103 വരും. 103/100 ദ ഹോൾ റേസ് ടു 3 വരും. സമം 30,000 ഇൻറ്റു ഈ കാൽക്കുലേഷൻ നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാൻ 100 കൊണ്ട് ഇടുമ്പോൾ 1.03 100 ഇരിക്കുന്നത് 1.03 to 1.03 ദ ഹോൾ റേസ് ടു 3 എന്നുള്ള കാൽക്കുലേഷനാണ്. നമുക്ക് കാൽക്കുലേറ്റർ ചെയ്യാം. 30,000 ചെയ്യുമ്പോൾ 32,782 എന്ന് കിട്ടും.